ഹലോ, ഹലോ, അസ്സലാമു അസ്സലാമു അലൈക്കും. അലൈക്കും. ഇത് ഞാൻ ഇത് പരിപ്പ് കറി കറി കേട്ടോ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നത്. പോണത്. ഞാനൊരു എത്ര കുറച്ച് പരിപ്പ് കുറേ എടുത്തിട്ടുണ്ട്. കറി അത് വേണമെങ്കിൽ അവനവന് കുറച്ചൊക്കെ എത്ര അധികം കൂട്ടാൻ പരിപ്പ് വേണം ഇടണം. എനിക്ക് കുറച്ച് അതിനനുസരിച്ചിട്ടുള്ള കറി മതി. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് 2-3 പച്ചമുളകും പിന്നെ ചെറിയ 2-3 വെളുത്തുള്ളി ഇടുന്നുണ്ട് കേട്ടോ. കുക്കറിൽ വെച്ചിട്ട് അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പരിപ്പ് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വിസിലടുപ്പിച്ചായിട്ടോ. ഞാൻ ചെറിയൊരു വലിയ ഉള്ളിയുടെ പൊട്ടിടുന്നുണ്ട് കേട്ടോ. അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ അതില്ലെങ്കിൽ ഇതൊന്നും വേണ്ട കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വിസിലടുപ്പിച്ച് വേവിക്കുക കേട്ടോ. എളുപ്പമുള്ളൊരു രാവിലെ ചപ്പാത്തിക്കൊക്കെ പറ്റിയ എളുപ്പം, ചോറിനും പറ്റും ചപ്പാത്തിക്കൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചട്ടി വെച്ചതിൽ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചപ്പാത്തിക്കും ചോറിൽക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രാവിലേക്ക്. അത് എണ്ണ ചൂടായപ്പോൾ അതിൽ ഒരു 1/2 സ്പൂൺ കടുക് ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിയാവുകൊണ്ട് കുറച്ച് മതി സാധനങ്ങളൊക്കെ. കടുക് ഒന്ന് പൊട്ടി കിട്ടുമ്പോൾ നമുക്കതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ചെറിയ ഉള്ളി ഇടുന്നുണ്ട് കേട്ടോ. ചെറിയുള്ളി 2-3 അരിഞ്ഞിട്ട് ഇടുന്നുണ്ട്. അത് നന്നായി ഒന്ന് മൂത്ത് വരണം കേട്ടോ. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ. പിന്നെ അതിൽ കറിവേപ്പില ഇടണം കേട്ടോ. ഞാൻ അതിന് സ്പെഷ്യൽ ഓണാക്കലൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടമാവും. ഒന്നും കറി വെക്കുക അല്ലെങ്കിൽ രാവിലെ ചായക്ക് കടിയൊക്കെ കൊണ്ടുപോകണവർക്ക് എളുപ്പമുള്ളൊരു കറിയാണ് കേട്ടോ അത്. ഇനി അതിലേക്ക് ഞാൻ കുക്കറിലുള്ള പരിപ്പ് വേവിച്ചത് ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, എളുപ്പമുള്ളൊരു പണിയാണ്. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കിയേക്കാം കേട്ടോ. പരിപ്പ് കറി റെഡിയായി. ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. ലാസ്റ്റായിട്ട് ഉപ്പിടുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇടുക. ചപ്പാത്തിക്കൊക്കെ നല്ല ഇതാട്ടോ. ചപ്പാത്തി ഉണ്ടാക്കണവരൊക്കെ ഉണ്ടാക്കി വെക്കുക. ചൂട് കട്ടൻ ചായയും ചപ്പാത്തിയും പരിപ്പ് കറിയും ചോറിൽക്കും പറ്റും. ഒരു സൈഡായിട്ടൊരു മീൻ വറുത്തത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി വിചാരിക്കും. അസ്സലാമു അലൈക്കും.